ഗൾഫിലെ സംഘർഷം ആരംഭിച്ചിട്ട് 2 മാസം പിന്നിടുകയാണ്. ഗൾഫിൽ ഇപ്പോൾ ഡ്രോണുകളും മിസൈലുകളും എത്തുന്നില്ലെങ്കിലും യുദ്ധഭീതി ഒഴിഞ്ഞിട്ടില്ല. ഇറാനും US-ഉം പരസ്പരം പോർവിളി തുടരുന്നു. ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതിനാൽ സാമ്പത്തിക പ്രതിസന്ധിയും പല മേഖലയിലും രൂക്ഷമാണ്. മാസം 2 കഴിഞ്ഞിട്ടും സമാധാനം അകലെയാണ്. നയതന്ത്ര പ്രശ്നപരിഹാരം മാത്രമാണ് പോംവഴിയെന്ന് ലോകം ഒന്നാകെ പറയുന്നു. അതിനായി എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലോക സമ്പദ്ഘടന പോലും അപകടത്തിലാണെന്ന തിരിച്ചറിവിലാണ് പരിഹാര മാർഗങ്ങൾ തേടിയുള്ള അവരുടെ പ്രയാണം. സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും തൊഴിൽ നഷ്ടവും പട്ടിണിയും പ്രതിരോധിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലെന്നും അവർക്കറിയാം. എന്നാൽ ഇതൊന്നും തന്നെയും അമേരിക്കയെ ബാധിക്കില്ലെന്ന ധാർഷ്ട്യത്തിൽ നിലയുറപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. കൊളോണിയൽ അഹന്തയിൽ എല്ലാ വിവേകവും നഷ്ടപ്പെടുക, ആത്മരതിയിൽ അങ്ങേയറ്റം അഭിരമിക്കുക, അവകാശവാദങ്ങളും ഭീഷണികളും വിരട്ടൽ നടപടികളുമായി നിരന്തരം ഉറഞ്ഞാടുക, ഇതിൻ്റെയൊക്കെ ആൾരൂപം കൂടിയാണ് ട്രംപ്. ഇറാൻ യുദ്ധത്തോടെയാണ് ട്രംപിന്റെ എല്ലാ കെട്ടുകളും പൊട്ടിയത്. അതിന്റെ ഫലം അനുഭവിക്കുന്നതാകട്ടെ അമേരിക്കയിലെയും ലോകരാജ്യങ്ങളിലെയും ജനങ്ങളും. ഇറാൻ യുദ്ധത്തിൽ $25 ബില്യൺ നഷ്ടമായെന്നാണ് പെന്റഗന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ഒഴുകിപ്പോയത് ഏറ്റവും ചുരുങ്ങിയത് $50 ബില്യൺ, അഥവാ 4.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപയെങ്കിലും വരുമെന്നാണ് കണക്കുകൾ നിരത്തി ഡെമോക്രാറ്റിക് വിഭാഗം സമർത്ഥിക്കുന്നത്. ഇറാൻ പറയുന്നത് US-ന്റെ നഷ്ടം $100 ബില്യൺ കടക്കുമെന്നാണ്. ഊർജ പ്രതിസന്ധി രൂക്ഷമായതോടെ അമേരിക്കയിൽ ഗ്യാസോലിൻ നിരക്കും കുത്തനെ കൂടുകയാണ്. ഇറാൻ യുദ്ധം തീരുന്നതോടെ വില കുറയുമെന്ന് സ്വന്തം ജനതയെ സമാശ്വസിപ്പിച്ച് വീണ്ടും ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് ട്രംപ്. 2 മാസത്തിലേറെയായി ഹോർമുസ് അടഞ്ഞുകിടക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിലും യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കത്തിൽ തന്നെയാണ് US പ്രസിഡന്റ്. താൻ പറയുന്ന ഉപാധികൾ അംഗീകരിച്ചു മാത്രമേ കരാർ നിലവിൽ വരൂ എന്ന് ട്രംപ് പറയുന്നു. എങ്കിൽ പിന്നെ എന്ത് ചർച്ച നടക്കാനാണ് എന്ന ചോദ്യമുയരുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഏറെ വിയർപ്പൊഴുക്കിയാലും നയതന്ത്ര പ്രശ്നപരിഹാരം എങ്ങനെ തെളിയാനാണ്? ട്രംപിന്റെ ലക്ഷ്യം വ്യക്തമാണ്. ആദ്യം വെനിൻസുല, അധികം പരിക്കില്ലാതെ അത് നേടി. ഇപ്പോൾ ഇറാൻ. ചെറുത്തുനിൽപ്പിലൂടെ വളർന്നു വന്ന ഒരു ജനതയാണെന്ന പ്രാഥമിക വിവരം പോലും ഇല്ലാതെയാണ് ട്രംപ് പടക്കിറങ്ങിയത്. ഇറാനിലും അത് അവസാനിക്കില്ല. തെഹ്റാൻ കഴിഞ്ഞാലുടൻ ക്യൂബയാണെന്ന് ഒരു ഉളുപ്പും കൂടാതെ പ്രഖ്യാപിക്കുകയാണ് ട്രംപ്. കൊളോണിയൽ മാനസികാവസ്ഥ ഒട്ടും മാറാതെ അന്യരാജ്യങ്ങളുടെ വിഭവങ്ങൾ കയ്യേറാനുള്ള പ്രാകൃത ത്വര, അതാണ് ട്രംപിനെ ഭരിക്കുന്നത്. ഇറാനുമായി ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ അതായിരിക്കും തങ്ങൾക്ക് കൂടുതൽ മെച്ചമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തം, മേഖലയും സമാധാനവുമല്ല ട്രംപിന്റെ ലക്ഷ്യം. ഇറാനെ സമ്പൂർണമായി തകർക്കുക. അതിന് ട്രംപിന്റെ അനുമതി കാത്തിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറയുന്നുണ്ട്. കൊളോണിയൽ പദ്ധതിയുടെ വിശാല ചിത്രം ഇതോടെ കൂടുതൽ വെളിപ്പെടുകയാണ്. നാവിക ഉപരോധം ഇറാനെ മാത്രമല്ല തളർത്തുന്നത്, യൂറോപ്പ് ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ഒന്നാകെ അതിൻ്റെ ഇരകളാണ്. ഹോർമുസ് തുറക്കുന്ന കാര്യം ആദ്യം ചർച്ച ചെയ്യാമെന്ന പ്രായോഗികതയാണ് ഇറാൻ മുന്നോട്ട് വെച്ച കരാർ നിർദ്ദേശത്തിന്റെ കാതൽ. എന്നാൽ അതപ്പടി നിരസിക്കുകയാണ് ട്രംപ്. വിധേയരുടെ ലോകം മാത്രമാണ് ട്രംപ് വിഭാവനം ചെയ്യുന്നത്. എന്നാൽ ഒന്നു മറന്നു, ആത്മാഭിമാനവും പരമാധികാരവും മുഖ്യമായി കാണുന്ന മനുഷ്യരും രാജ്യങ്ങളും ഇടങ്ങളും ലോകത്ത് ചിലയിടങ്ങളിലുമുണ്ട്. വിയറ്റ്നാം മാത്രമല്ല, ചെറുത്തുനിൽപ്പുകളല്ലാതെ മറ്റു വഴികളില്ലെന്ന് ബോധ്യമുള്ള ജനതകൾ വേറെയുമുണ്ട്. ട്രംപ് ദയനീയമായി തോൽക്കാൻ പോകുന്ന ഭൂമികയും അതാകും.